ഹലോ ഗായ്സ്, കിച്ചൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പക്കച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് അരിയുന്നില്ല, ഇങ്ങനെ കുനുകുനാ പിന്നെ എന്താ പറയുക, ചെത്തി പിന്നെ അതിലേക്ക് ആക്കുകയാണ്. എന്നാൽ അത് കൈപ്പക്ക കടിക്കുമ്പോൾ കയ്പ്പ് പിന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുനുകുന ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ അപ്പോഴത്തേക്ക് ജുക്രൂട്ടനും കിച്ചുവും വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കയ്പക്ക ടേസ്റ്റ് ചെയ്യുന്നവർക്ക് മഞ്ചുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഓടി രക്ഷപ്പെടുവാണ്. മഞ്ചു എടുത്തിട്ട് അവരെന്നെ പറ്റിച്ചു, മഞ്ചു എടുത്തിട്ട് ഓടി. രണ്ടാളും കയ്പക്ക തിന്നില്ല. പിന്നെ കിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അവനിഷ്ടമാണ് ഈ പരിപാടിയൊക്കെ. പിന്നെ അങ്ങനെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി അങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ തന്നെ കൈപ്പക്ക ചെയ്ത പോലെ തന്നെ ചെയ്യുന്നുണ്ട്. പച്ചമുളക് അങ്ങനെ പറ്റൂലല്ലോ, അതുകൊണ്ട് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അമ്മ മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ അത് മുറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് വേവിക്കാനാണ് പോകുന്നത്. സൈഡിൽ അവിടെ തന്നെ ഇരുന്നിട്ട് എന്തെല്ലാം ഒപ്പിക്കുന്നുണ്ട് കിച്ചു. അങ്ങനെ പാൻ അടുപ്പത്തേക്ക് വെച്ചു. ഉലുവ പിന്നെ വറക്കുന്നുണ്ട്. ഉലുവ വറുത്തത് പൊടിച്ച് വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് കടുകും കൂടി പിന്നെ പൊടിക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയും കടുവിയാ പറഞ്ഞേ, ഉലുവയും കടുവ പൊടിക്കുന്നുണ്ട്. ഉലുവയും കടുക് പൊടിക്കുന്നുണ്ട്. അമ്മ പണ്ട് ചെറുപ്പത്തിൽ ഉലുവയും കടുവയും എന്ന് പറയും. അങ്ങനെ രണ്ടും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളും. ഇനി പിന്നെന്താ ചെയ്യുന്നത് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഇത് വേവിക്കുക ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകില്ല, വെളിച്ചെണ്ണയിൽ മാത്രം ഈ പിന്നെ കൈപ്പക്ക വേവിക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് വേവ് വേണം, എന്നാലേ ആ ഒരു പച്ച ഒരു കടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കയ്പ്പും കുറയുമല്ലോ. അപ്പോൾ കൈപ്പക്ക അങ്ങനെ വേവിക്കുന്നുണ്ട്. ഒന്നുമില്ല, കുറച്ച് ഉപ്പ് ഇടുകയുള്ളൂ, വേറെ ഒന്നും അതിൽ ആഡ് ആക്കുന്നില്ല, വെള്ളം പോലും ഒഴിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ പച്ചമുളക്, ഇഞ്ചി, കൈപ്പക്ക, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഉപ്പിട്ട് വേവിക്കുകയാണ്. വെള്ളം പോലും ഒഴിക്കാണ്ട് ഉപ്പിട്ട് വേവിക്കുന്നുണ്ട്. ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കുമല്ലോ. അങ്ങനെ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ആ പാനിൽ തന്നെ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് കടുക് താളിക്കും. കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് പിന്നെ ഈ പിന്നെ കുറച്ച് മുളക് പൊടി അതിലേക്ക് ഇട്ടിട്ട് ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അത് പിന്നെ മുളക് പൊടിയും കുറച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഈ കയ്പക്ക വറവൊക്കെ ആക്കുന്ന ആ ഒരു കയ്പ് എന്തായാലും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒന്നാമത് പരമാവധി ഇതുപോലെ ചെറിയ രീതിയിൽ നന്നായിട്ട് ഏറ്റവും ചെറുങ്ങനെ രീതിയിൽ അരിഞ്ഞാൽ മതി. പിന്നെ നല്ലൊരു നമ്മൾ വിചാരിക്കാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. എന്താ വെച്ചാൽ കയ്പക്കയല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങ് മാറ്റി വെക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല ടേസ്റ്റാണ്. വിനാഗിരി ഒഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ആ ഒരു പുളിപ്പുള്ളത് കൊണ്ട് പ്രശ്നമില്ല. ഇനി അതിലേക്ക് ഈ പറഞ്ഞ പോലെ വേവിച്ച് വെച്ച് കയ്പക്ക നമ്മൾ ഇടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പാവക്ക എന്നൊക്കെ പറയും, നമ്മൾ പിന്നെ കയ്പക്ക എന്നൊക്കെയല്ലേ പറയാം. അങ്ങനെ അത് രണ്ടും കൂടി ഇളക്കും. ഇനി കാര്യമായിട്ട് വേവിക്കാൻ ഒന്നുമില്ല, കുറച്ച് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക, കാരണം ഇത് ഓൾറെഡി വന്നതാണല്ലോ. പിന്നെ കിച്ചു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ട് ചോദിക്കും, അവനത് കൂട്ടൂല, കയ്പക്ക ആയതുകൊണ്ട് കൂട്ടൂല. പിന്നെ ഇത് ഈ പൊടികൾ പൊടിച്ച് വെച്ചത് ഇടുന്നുണ്ട് രണ്ടും കൂടി.
കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, അച്ചാറല്ലേ, കാരണം ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഒഴിക്കുക. ആ ഒരു പെരങ്ങാനുള്ള ഇതിൽ മാത്രം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ വെള്ളത്തിൻ്റെയും അത് പച്ചവെള്ളമല്ലേ ഒഴിക്കുന്നത്, അപ്പോൾ അത് തിളക്കണം. ആ പച്ചവെള്ളം അത് തിളക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വിനെഗർ ഒഴിക്കണം. സിർക്ക പറഞ്ഞ സിർക്ക ഒഴിക്കണം. പിന്നെ അത് അത്രയും വേണ്ടു. അപ്പോൾ കിച്ചൂട്ടൻ്റെ ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ചൂടുണ്ടാവുമെന്ന് വെച്ച് പേടി. പിന്നെ അവൻ ഓടുകയാണ്. അവന് കയ്പുള്ളത് കൊണ്ട് അത്ര ഇതില്ല. അതിപ്പോൾ സത്യസന്ധമായിട്ട് തന്നെ പറയാമല്ലോ, കുട്ടികൾക്ക് അങ്ങനെ അത്ര ഇതുണ്ടാവില്ല. പക്ഷേ മുതിർന്നവർക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മളെ കയ്പക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. വിചാരിക്കുന്ന പോലെയല്ല, കയ്പാണ് എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ആക്കാതിരിക്കരുത്. അങ്ങനെ നമ്മളെ കയ്പക്ക അച്ചാർ റെഡി. പറഞ്ഞു നമ്മളെ കയ്പക്ക അച്ചാർ അങ്ങനെ. എല്ലാവരും ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ ടാറ്റാ.